കണ്ണൂർ പെരളത്തെ യുവാവിന്റെ മരണം മർദ്ദനത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മർദ്ദനത്തിന് പിന്നാലെ ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നും കണ്ടെത്തൽ. നീലേശ്വരത്ത് വെച്ചാണ് പി അജയന് നേരെ ആക്രമണം ഉണ്ടായത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അകളവൂർ ചേരുന്നു. നിഖിൽ, വിശദാംശങ്ങൾ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ച അജയൻ ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് മരിച്ചത്. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഒരു മർദ്ദനമേറ്റതിനെ തുടർന്നാണ് ഈ മരണം സംഭവിച്ചത് എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അജയന് മർദ്ദനമേറ്റത് നീലേശ്വരത്ത് വെച്ചാണ് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമികമായ കണ്ടെത്തൽ. അതേസമയം അജയന് നീലേശ്വരത്ത് വെച്ച് മർദ്ദനമേറ്റതിന്റെ സാഹചര്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഏതായാലും അന്വേഷണം നടക്കുന്നുണ്ട്. അല്പസമയം മുൻപ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് അജയന്റെ മരണം സംഭവിച്ചത് എന്ന് വ്യക്തമായിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതരമായ മർദ്ദനം തന്നെയാണ് ഏറ്റത് എന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലൈംഗിക അവയവത്തിനേറ്റ മർദ്ദനം, അതിക്രൂരമായ മർദ്ദനം ലൈംഗികാവയവത്തിന് ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുകൂടി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ നീലേശ്വരത്ത് അജയൻ പോയത് എന്തിനാണ്, അവിടെ വെച്ച് എന്തുകൊണ്ടാണ് മർദ്ദനം ഏറ്റത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അന്വേഷണത്തിലേക്ക് പയ്യന്നൂർ പോലീസ് കടന്നിട്ടുണ്ട്. അവിടെ എത്തി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പയ്യന്നൂർ പോലീസ് ഏതായാലും സംഭവത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ശരി, നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.